പഠിച്ച പാഠം. നിറങ്ങളും പൂക്കളും ചിത്രശലഭങ്ങളും നിറഞ്ഞ മനോഹരമായ ഒരു കാട്ടിൽ ഒരു കടുവക്കുട്ടി ജീവിച്ചിരുന്നു. അവന്റെ പേരായിരുന്നു ടിഗോ. ഓടിക്കളിക്കാനും ചാടാനും പുതിയ സ്ഥലങ്ങൾ കാണാനും അവന് വലിയ ഇഷ്ടമായിരുന്നു. എന്നാൽ മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ അവന് തീരെ താല്പര്യമില്ലായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ടിഗോ പുഴക്കരയിലൂടെ ഓടി നടക്കുന്നത് അമ്മയുടെ ശ്രദ്ധയിൽപ്പെട്ടു. എന്റെ കുഞ്ഞേ, പുഴക്കരയിൽ കൂടി ഇങ്ങനെ ഓടല്ലേ, കാല് വഴുതി വെള്ളത്തിൽ വീഴും. അമ്മയോടൊപ്പം അനുസരണയുള്ള കുട്ടിയായി കൂടെ വാ. കുറച്ചുകൂടി കളിക്കാം, അമ്മ പറയുന്നത് ഒന്നും സംഭവിക്കില്ല. അങ്ങനെ ടിഗോ വീണ്ടും കളിക്കാൻ തുടങ്ങി. പെട്ടെന്ന് പുഴവക്കിൽ കാല് തെന്നി ടിഗോ വെള്ളത്തിൽ വീണു. പേടിച്ചു പോയ ടിഗോ ഉച്ചത്തിൽ നിലവിളിക്കാൻ തുടങ്ങി. അയ്യോ, രക്ഷിക്കണേ, എനിക്ക് പേടിയാവുന്നു, ആരെങ്കിലും എന്നെ രക്ഷിക്കൂ. പേടിക്കണ്ട കുഞ്ഞേ, നീ ഇപ്പോൾ സുരക്ഷിതനാണ്. എന്നെ രക്ഷിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് അമ്മാവ. നിലവിളി കേട്ട് നല്ലവനായ ഒരു ഹിപ്പോ അവിടെ എത്തി ടിഗോയെ വെള്ളത്തിൽ നിന്നും ഉയർത്തി. അപ്പോഴേക്കും അമ്മയും അവിടെ എത്തി. കണ്ടില്ലേ, അമ്മ പറഞ്ഞത് അനുസരിക്കാത്തത് കൊണ്ടല്ലേ ഇങ്ങനെ പറ്റിയത്. നിന്റെ കളി മുടക്കാനല്ല അമ്മ പറഞ്ഞത്, നിനക്ക് ആപത്തൊന്നും വരാതിരിക്കാനാണ്. എന്നോട് ക്ഷമിക്കൂ അമ്മേ. പിറ്റേന്ന് തന്റെ സുഹൃത്തായ കുഞ്ഞു കുരങ്ങൻ പുഴവക്കിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ ടിഗോ അവനോട് വിളിച്ചു പറഞ്ഞു. പുഴവക്കിൽ നിൽക്കുന്നത് അപകടമാണ്. ഇന്നലെ ഞാൻ കാലു വഴുതി വെള്ളത്തിൽ വീണു, നീയും വീഴും. അയ്യോ, ഞാനത് ശ്രദ്ധിച്ചില്ല. നീ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ അപകടത്തിൽപ്പെട്ടേനെ. നന്ദിയുണ്ട് ടിഗോ. താനിപ്പോൾ അറിവുള്ളവനും മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരുമായതിൽ ടിഗോ സന്തോഷിച്ചു. ഗുണപാഠം: നിയമങ്ങളും മുതിർന്നവരുടെ ഉപദേശങ്ങളും നമുക്ക് സുരക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണ്. അതിനാൽ അവ അനുസരിക്കുക. ടിഗോയുടെ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ.